എല്ലാവർക്കും വേദാന്തു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു PYQ സെഷനായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഏത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Okay, why is Cr2 plus reducing and Mn3 plus oxidizing still they have what? D4 configuration. Okay, രണ്ടാൾക്കും ഏത് കോൺഫിഗറേഷൻ ആണുള്ളത്? D4 കോൺഫിഗറേഷൻ ആണുള്ളത്. പക്ഷേ രണ്ടാളും എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഒരു Cr2 പ്ലസ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? Cr2 പ്ലസ് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും Mn3 plus oxidizing agent ആയിട്ടുമാണ് ആക്ട് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, വൈ? Cr3 പ്ലസ് നമുക്കറിയാം ഡി ആൻഡ് എഫിൽ നമുക്ക് അറിയുന്നത് എന്താണ്? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്. ഓക്കെ, 21, 22, 23, 24. ക്രോമിയം എന്താണ്? 24 ആണ്. അപ്പോൾ Cr2 പ്ലസ് പറഞ്ഞാൽ എന്തായിരിക്കും? 3D4 കോൺഫിഗറേഷൻ ആണ്. ഇനി ഇതൊരു റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇതെന്താണ് അണ്ടർഗോ ചെയ്യുന്നത്? ഓക്സിഡേഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇലക്ട്രോൺ എന്താണ് ലൂസ് ചെയ്യാണ് ചെയ്യുന്നത് ആൻഡ് ഫോം വാട്ട്? 3D3 കോൺഫിഗറേഷൻ ആണ് ഇവിടെ ഫോം ചെയ്യുക. ക്ലിയർ? ഈ 3D3 കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഫോം ചെയ്യുന്നത്? T2G3 കോൺഫിഗറേഷൻ ആണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത്. T2G3 കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ T2Gന്റെ പാർഷ്യലി ഫില്ലിംഗ് ആണല്ലേ അവിടെ നടന്നത്. T2Gന്റെ പാർഷ്യൽ ഫില്ലിംഗ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഇത് മോർ സ്റ്റേബിൾ ആയിരിക്കും. ക്ലിയർ? T2G3 എന്തായിരിക്കും? പാർഷ്യലി ഫിൽഡ് ആയത് കാരണം ഈ കോൺഫിഗറേഷൻ എന്തായിരിക്കും? മോർ സ്റ്റേബിൾ ആയിരിക്കും ക്രോമിയത്തിന്റെ കേസിൽ എടുത്ത് നോക്കുമ്പോൾ. ഇനി മാംഗനീസ് 3 പ്ലസ് പറഞ്ഞാൽ മാംഗനീസ് 25 ആണ്. മാംഗനീസ് 25 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ കോൺഫിഗറേഷൻ എന്തായിരിക്കും? 3D5 4s2. ഇനി 3 പ്ലസ് ആണ് ഇവിടെ ഉള്ളത്. 3 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും കോൺഫിഗറേഷൻ 3D4 ആണ്. ഇതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് പറഞ്ഞാൽ ഇതെന്താണ്? റെഡ്യൂസ്ഡ് ആവാണ് ചെയ്യുന്നത്. ഇതിന്റെ റിഡക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? 3D5 ആയിട്ട് മാറും. 3D5 എന്താണ്? മോർ സ്റ്റേബിൾ ഫോം ആണ്. എന്താണ് കാരണം? ഡി ഓർബിറ്റലിന്റെ പാർഷ്യലി ഫിൽഡ് ഫോം ആണ് എന്ത്? 3D5 എന്താണ്? മോർ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? Cr2 പ്ലസ് ഒരു റെഡ്യൂസിങ് ഏജന്റും Mn3 പ്ലസ് ഒരു ഓക്സിഡൈസിങ് ഏജന്റും ആയിട്ട് ആക്ട് ചെയ്യും. Cr2 പ്ലസ് ആക്ട് ചെയ്യാൻ കാരണം അത് ഫോം ചെയ്യുന്നത് T2G3 എന്ന് പറഞ്ഞ ഒരു പാർഷ്യലി ഫിൽഡ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ട് അത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. Mn3 പ്ലസിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അത് D4 കോൺഫിഗറേഷൻ ആണുള്ളത്. D5ലേക്ക് എത്തിയാൽ അതിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അവിടെ അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. What is meant by lanthanoid contraction? Give any two of its consequences. എന്താണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാന്തനോയിഡ് സീരീസിലുള്ള ലാന്തനോയിഡ് സീരീസിൽ ഒരു റെഗുലർ ഡിക്രീസ് ഇൻ ദെയർ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു റെഗുലർ ഡിക്രീസ് ഇൻ ദെയർ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസിഷൻ സീരീസ് എടുക്കുന്ന സമയത്ത് സെക്കൻഡ് സീരീസും തേർഡ് സീരീസിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അവരുടെ ഈ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയയിൽ എന്തുണ്ടാവില്ല? വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോപ്പർട്ടീസും എന്തായിരിക്കും? അവരുടെ പ്രോപ്പർട്ടീസും സിമിലർ ആയിരിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിലുള്ള എലമെന്റ്സിനെ തമ്മിൽ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ? അതാണ് എന്ത് ലാന്തനോയിഡ് കോൺട്രാക്ഷന്റെ ഒരു ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഒരു കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Magnetic moment arises due to the presence of unpaired electron. Calculate the magnetic moment of two transition metals given below. ഇവരുടെ എന്ത് നോക്കാനാ പറഞ്ഞിട്ടുള്ളത്? മാഗ്നറ്റിക് മൊമെന്റ്, സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റിന്റെ ഫോർമുല എന്താണ്? √n × n+2 അല്ലേ? √n × n+2 ആണ്. ഇനി സ്കാൻഡിയം 3 പ്ലസ് പറഞ്ഞാൽ എന്താണ്? സ്കാൻഡിയത്തിന്റെ ഫോർമുല എന്താണ് ശരിക്കും? 3D1 4s
2. 3 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. അപ്പൊ അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ആയത് സ്കാൻഡിയം 3+ൻ്റെത്. ഇതെന്താണ്? ശരിയാണ്. ഫസ്റ്റത്തെ ശരിയാണ്. ക്ലിയർ. ഇനി സെക്കൻഡ് വൺ ടൈറ്റാനിയം 3+. ടൈറ്റാനിയം 3+ എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയത്തിന്റെ കോൺഫിഗറേഷൻ എന്താണ്? 3d2 4s2. സ്കാൻഡിയം ടൈറ്റാനിയം 22nd ആണ്. അപ്പൊ എന്താണ്? 3d2 4s2. അപ്പൊ അതിൻ്റെത് Ti3+ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ 3+ന്റെ എന്തായിരിക്കും? 3d1 4s0. 3d1 4s0 ആയിരിക്കും അതിന്റെ കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ്, സ്പിന്നുള്ളി മാഗ്നറ്റിക് മൊമെന്റ് എന്തായിരിക്കും? 1 √3. റൂട്ട് 3ന്റെ വാല്യൂ എത്രയാണ്? 1.73. ഓക്കെ, 1.73. അതും എന്താണ്? ശരിയാണ്. ക്ലിയർ. അത് നമ്മളോട് ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് സെയിം വാല്യൂ ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രാൻസിഷൻ മെറ്റൽസ് അയോൺസ് ആർ ജനറലി കളേർഡ്. വൈ? ജനറലി കളേർഡ് ആവാനുള്ള കാരണം എന്താണ്? നമ്മുടെ ഡി ഓർബിറ്റലിൽ പാർഷ്യലി ഫിൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡി ട്രാൻസിഷൻ ഇവിടെ പോസിബിൾ ആയത് കാരണമാണ് എന്ത്? ഡി ഓർബിറ്റലിലുള്ള ഡി ബ്ലോക്കിലുള്ള എലിമെന്റ്സ് എന്ത് കാണിക്കുന്നത്? കളേർഡ് കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് തിയറീസ്, അല്ലെങ്കിൽ കുറച്ച് തിയറി പാർട്ടാണ് ഇത്. ഓക്കെ, ഇനിയും കുറേ തിയറി പാർട്സ് ഉണ്ട് അതിൽ പഠിക്കാനായിട്ട്. നിങ്ങൾ കുറേ PYQs ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനെ പറ്റി. താങ്ക് യു.